ബന്ദിപ്പൂരിൽ നിന്ന് തിരിച്ചു പോന്നപ്പോൾ സത്യമംഗലം വഴി പോകുന്നല്ലോ. എന്നാൽ പിന്നെ ആ കാടും കൂടി കണ്ടേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ അവിടുന്ന് വന്ന് മൈസൂർ റൂട്ടിൽ കയറി. ഗ്രാമങ്ങളും കൃഷിയും ഒക്കെ ആയതുകൊണ്ട് മൈസൂർ റൂട്ടിൽ കൂടെ ട്രാവൽ ചെയ്യാൻ നല്ല രസമാണ്. നമുക്ക് ഓണം ഉണ്ണാനുള്ള സാധനങ്ങളും പൂക്കളം ഇടാനുള്ള പൂക്കളും എല്ലാം അവിടെ പാകമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ ഒരു സൂര്യകാന്തി തോട്ടം. ആ തോട്ടത്തിൽ കയറി ഫോട്ടോ എടുക്കണമെങ്കിൽ 20 റുപ്പീസ് കൊടുക്കണം. അങ്ങനെ അവിടെ കയറി ഫോട്ടോ എടുത്തു. വഴി നീളെ ഞാവലുണ്ട്, കരിക്ക്, മാങ്ങ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും വാങ്ങിച്ചൊന്നും കഴിച്ചില്ല കേട്ടോ, പേടിച്ചിട്ട്. സൂര്യകാന്തി തോട്ടം കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നല്ല റോഡായതുകൊണ്ട് ട്രാവൽ ചെയ്യാനും സുഖമാണ്. അങ്ങനെ നിന്നപ്പോൾ ദേ ഒരു അപ്പൂപ്പൻ വരുന്നു. അപ്പോൾ അപ്പൂപ്പൻ പറയുന്നുണ്ട്, കേരളക്കാർക്ക് നല്ല മഴയുള്ളതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കൃഷിയും വേണമെങ്കിൽ നടത്താമല്ലോ എന്ന്. അപ്പോൾ മാമാക്കൊരാഗ്രഹം അപ്പൂപ്പൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ. അങ്ങനെ അപ്പൂപ്പൻ്റെ കൂടെ നിന്നൊരു ഫോട്ടോ എടുത്തു. പക്ഷേ സത്യമംഗലം കാട് ഞങ്ങൾ നിരാശപ്പെടുത്തിയിട്ട് ഒരു മുയൽക്കുഞ്ഞിനെ പോലും കണ്ടില്ല. ദേ ആ നിൽക്കുന്ന ഫോട്ടോയിലുള്ള പുലിനെയോ കടവേനെയോ എന്തിനെയോ മാത്രം കണ്ടു. അങ്ങനെ കോയമ്പത്തൂർ